ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനുള്ള കാത്തിരിപ്പാന്ന് മനസ്സിലായല്ലോ. ആമി സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട്. 4 മണിക്ക് സ്കൂൾ വിടെങ്കിലും വണ്ടിയിലൊക്കെ കയറി ലാസ്റ്റ് ട്രിപ്പിനാണ് അവർ 4:45 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലെത്തുക. കഴിഞ്ഞ വർഷം വരെയൊക്കെ സ്കൂൾ വിട്ട് അവൾ വീട്ടിലെത്തുന്ന സമയത്ത് സാധാരണ ആരും ഉണ്ടാവാറില്ല. കാരണം ഞാനും ഏകദേശം ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പറ്റിയിട്ട്. അതിലൊന്നാണ് ഇട്ടത് അവൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം എന്നുള്ളത്. ഏകദേശം ഒരു 4:30ക്ക് തുടങ്ങിയ കാത്തിരിപ്പാട്ടോ. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കാകെ മടുപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ആൾ വന്നു കഴിഞ്ഞാൽ സന്തോഷമാവും. ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവിടെ ഇന്നും പഴംപൊരി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. കാരണം ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് പഴം. അതാണെങ്കിൽ കറുത്ത് കഴിഞ്ഞാൽ ഒരാൾക്കും വേണ്ട. അതുകൊണ്ട് തന്നെ പഴം കുറച്ചങ്ങോട്ട് കറുപ്പ് കളർ ആകുമ്പോഴേക്കും ഞാനും ആമയും കൂടി എടുത്ത് അത് ഏതെങ്കിലും പരുവത്തിൽ പഴംപൊരിയാക്കി മാറ്റും കേട്ടോ. കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ ആ എണ്ണ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. പിന്നെ ഞങ്ങളുടെ പഴംപൊരിയുടെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അറഞ്ചം പുറഞ്ചം വെട്ടി നിരത്തിയിട്ട് അങ്ങനെ പഴംപൊരി ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആമയുടെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടുട്ടാ. ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് ആളിവിടെ എത്തി തുടങ്ങി. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ പതുങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കേട്ടോ വരുന്നത്. അതാണ് നമുക്കറിയാലോ, രാവിലെ പോകുമ്പോൾ നല്ല ഉഷാറായിരിക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ. വരുന്ന സമയത്ത് ആകെ കുഴഞ്ഞു മറിഞ്ഞിട്ട് ഇതേ ഒരു അവസ്ഥയിലാണ്. ഇനിയുള്ള ആദ്യത്തെ പരിപാടി കുളിക്കലാണ് കേട്ടോ. കാരണം കുളിച്ച് കഴിഞ്ഞാലാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് ആകെ ക്ഷീണിച്ച് വരുന്നതല്ലേ. ഇതിൻ്റെ ഇടയിൽ ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സ്കൂളത്തെ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ട് വന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആളും മറക്കും. അതേപോലെ നമ്മളും വേറെ എന്തെങ്കിലും പണിയിൽ പെട്ടു. ഈ വർഷം യൂണിഫോം ചേഞ്ച് ആയതുകൊണ്ട് ആമിക്ക് ഇതുവരെ യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും കളർ ഡ്രസ്സിലാണ് ആൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചർ 2 എംബ്ലം കൊടുത്തയച്ചിട്ടുണ്ട്. 6th ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പ് അടിക്കാനുള്ള ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ബോട്ടമാണ് കിട്ടാത്തത്. അത് നാളെ തരും. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നൊക്കെയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവളുടെ ഫ്രണ്ട് അനേയ അവൾക്കൊരു പെന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു സാധനം തന്നെയാണ്. കാരണം നല്ല സ്മെല്ല് വരുന്ന ഒരു പെന്ന്. അപ്പോൾ ഇവൾക്ക് ഇത് ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കയ്യിൽ വരച്ച് എന്നോട് സ്മെല്ലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഓൾറെഡി കണ്ടിട്ടുള്ള സാധനം ആയത് കാരണം കൊണ്ട് എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവള് ഭയങ്കര അത്ഭുതത്തിലാണ് എനിക്ക് വന്നിട്ട് മണം നോക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. ഇതിൻ്റെ ഇടയിൽ ബാക്കി കഥകളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുടികെട്ടലും ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ രാവിലെയും ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും അതേ വന്നിട്ട് കുളിക്കാനുള്ള സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം നടന്ന കഥകളൊക്കെ ചുരുക്കിയിട്ട് ഓർമ്മ വരുന്നതൊക്കെ ഇങ്ങനെ എണ്ണി പറക്കി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും എന്തൊക്കെ സാധനങ്ങൾ ബാഗിൽ അമ്മയ്ക്ക് തരാനുണ്ടെന്ന് പറഞ്ഞുള്ള തെരച്ചിലാണ്. സ്കൂളിൽ നിന്ന് എന്തൊരു ഫോമും കൂടി കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരം തെരഞ്ഞിട്ടാണ് ആൾ കണ്ടുപിടിച്ചത്. അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കയ്യോടെ അപ്പം തന്നെ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാഗിൽ ബാക്കിയുള്ളത് ബുക്കും പിന്നെ അതുപോലെ തന്നെ ലഞ്ചിന്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഈ എന്തായാലും ഈ വട്ടം തിരിച്ചിലിന് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒക്കെ പോകൂട്ടാ. അതിന്റെ ഇടയിൽ എൻ്റെ ഒരു പുളിയച്ചാർ ഉണ്ടായിരുന്നത് അതും ആള് കയ്യിലാക്കിയിട്ടുണ്ട്. കുളിക്കാനാണ് കക്ഷിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടത്. അതാണ് ഏറ്റവും മെനക്കെട്ട പണി. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരുപാട് സമയം കഴിയും. ഇനിയിപ്പോൾ നേരിട്ട് ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആൾ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ചായക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ വെയിറ്റ് ചെയ്യണം. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ വരെ കയറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് നേരിട്ട് വന്നുള്ള ഇരിപ്പാണ് കേട്ടോ. അതാണ് ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഇനിയും വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആൾ എനിക്കെടുത്ത് നീട്ടി തരുന്നത്. ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞാനും ആമിക്കുട്ടിയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്